അതിനകത്ത് അതിൻ്റെ ആ നിയമത്തിൻ്റെ താഴെ എഴുതിയുണ്ട്, അത് പറഞ്ഞുതരാം. അതായത് ലൈസൻസ് എടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സെക്കൻഡ് പുതുക്കൽ വരുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ അവസാനിച്ചു. അതിൽ കുഴപ്പമൊന്നുമില്ല, അതിൽ കുഴപ്പമില്ല. അന്നത്തെ കാലത്ത് ഉദ്യോഗസ്ഥൻ ആരാന്ന് അന്വേഷിച്ച് നടപടിയെടുക്കും. എനിക്ക് അപേക്ഷ കൊടുക്കാനൊക്കെ ലൈസൻസ് പിടിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല. എനിക്ക് ലൈസൻസിന് അപേക്ഷ കൊടുക്കാനല്ലേ പറ്റും, തന്ന ആളോട് ചോദിക്കും. അല്ല, അങ്ങനെ തരാൻ പറ്റുമായിരുന്നെങ്കിൽ അത് അന്വേഷിച്ചാലേ അറിയാം. എനിക്കറിയില്ല. എനിക്ക് 18 വയസ്സായിട്ടാണ് ഞാൻ എടുത്തത്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അപേക്ഷ കൊടുക്കും, എനിക്ക് കിട്ടി. പിന്നെ അന്നത്തെ ഉദ്യോഗസ്ഥൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കണം. പിന്നെ ഈ ലൈസൻസിൻ്റെ നിയമത്തിൽ പറയുന്നൊരു കാര്യം അതോടെ വായിക്കണം, മൊത്തം വായിക്കണം. അതിൻ്റെ താഴെ പറയുന്നുണ്ട്, ഒരു ലൈസൻസ് കൊടുത്തതിൽ എന്തെങ്കിലും തകരാറുണ്ടെന്ന് കണ്ടാൽ അത് കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് 10 വർഷം ശേഷം ആ ലൈസൻസ് പുതുക്കുമ്പോൾ മറ്റേ പ്രശ്നം പുതുക്കി കഴിഞ്ഞാൽ മറ്റേ പ്രശ്നം ഇല്ല. അത് നിയമത്തിൽ പറഞ്ഞു ഇല്ലാതാവും. ആ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ തരാം, അതിൻ്റെ ഒരു കോപ്പി തരാം. അല്ല, അതിപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ അടിച്ചാൽ ഞാൻ ചെയ്യാൻ പറ്റും? അത് ഞാനാണോ ഈ ആർ ടി ഓഫീസിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ ഞാനാണോ കൈകാര്യം ചെയ്തത്? അത് MLA ആയിരുന്നല്ലോ, കുഴപ്പമൊന്നുമില്ല. അപേക്ഷകനാണോ ഉദ്യോഗസ്ഥനാണോ ടൈപ്പ് ചെയ്യുന്നത്? നിങ്ങളെപ്പോലെ ഈ RT ഓഫീസിൽ ഇരുന്ന കമ്പ്യൂട്ടർ കയറാനുള്ള ചുമതലയില്ല. അവര് നടപടി എടുത്തു. അവർ MLA അടിച്ചു വെച്ചാൽ എൻ്റെ കുഴപ്പമാണ്. ഞാൻ MLA അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കൊടുത്ത അപേക്ഷയിൽ MLA എന്നില്ല. ഞാൻ MLA അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവരടിച്ചപ്പോൾ അവരെ മനസ്സിൽ തോന്നി ഞാൻ അടിച്ചു. അത്ര കൊടുത്തിട്ടില്ല. തന്നെ ചെയ്ത് അത് ആരടിച്ച് കയറ്റുന്നുള്ളവരും എനിക്കറിയാത്തില്ല. ആപ്ലിക്കേഷനകത്ത് MLA എന്ന് എഴുതിയാൽ എന്താ കുഴപ്പം? MLA അല്ലേ? പക്ഷേ അത് MLA എന്നുള്ളത് അല്ലല്ല ലൈസൻസിനകത്ത് അല്ലല്ല. ആപ്ലിക്കേഷനിൽ MLA എന്ന് അടിച്ചില്ല. അവരടിച്ചപ്പോൾ വന്നതാണ്. അതിനകത്ത് ഒന്നും ചെയ്യാത്തില്ല. അതിന് പിന്നെ ഒരു കാര്യം, എന്നെ വണ്ടി ഓടിപ്പിക്കാതിരിക്കാൻ നോക്കണ്ട. എനിക്ക് കേൾക്ക് മുഴുവൻ കേട്ടോ. എനിക്ക് ഇന്ത്യയിലെ പുറത്തും ലോകത്തെമ്പാടും ഓടിക്കാനുള്ള ഗൾഫിലെ ലൈസൻസ് എൻ്റെ ഉണ്ട്. ആ ലൈസൻസ് വെച്ച് ഞാൻ ഓടിക്കും. അതുകൊണ്ട് ഗണേഷ് കുമാറിൻ്റെ ലൈസൻസ് റദ്ദാക്കി അയാൾ ഓടിക്കത്തില്ലെന്ന് വിചാരിക്കരുത്. ഞാൻ ഓടിക്കും. എനിക്ക് ഗൾഫിലെ ലൈസൻസ് അതുകൊണ്ട് വാലിഡാണ്. എനിക്ക് ഗൾഫിൽ നിന്ന് ഇൻ്റർനാഷണൽ ലൈസൻസ് കൊടുക്കും. ഓക്കെ, അതേതായാലും എൻ്റെ അച്ഛനല്ലല്ലോ അവിടെ മന്ത്രി ആണോ? ഞാൻ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി വാങ്ങിച്ചതല്ലേ ഗൾഫിലെ ലൈസൻസ്. ഗൾഫിലെ ലൈസൻസ് എടുക്കാനൊക്കെ ഒരാൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അയാൾക്ക് ഇന്ത്യയിൽ വണ്ടി ഓടിക്കാൻ യോഗ്യത ഉണ്ട് കേട്ടോ. അത് അങ്ങ് പറയാം. അങ്ങനെ ഒന്ന് പറഞ്ഞ് അങ്ങ് കുറേ ഓടണ്ട. അങ്ങനെ ഒന്നും ഓടുകയില്ല. ഇതൊന്നും പറഞ്ഞുകൊണ്ട് പേടിച്ചോടുന്നതല്ല ഗണേഷ് കുമാർ. ഇവിടെ നിൽക്കും, LDFനോടൊപ്പം നിൽക്കും, പോരാടും. സർക്കാർ ചെയ്ത നല്ല കാര്യമാണെങ്കിൽ നല്ലതെന്ന് പറയും, തെറ്റെങ്കിൽ തെറ്റെന്ന് പറയും.